ഹായ് നമസ്കാരം. എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് RRB എക്സാമിന്, അതിപ്പം എല്ലാ തരത്തിലുള്ള RRB പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതുമായ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പം എക്കണോമിക്സിനകത്തിലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടും. അതോടൊപ്പം തന്നെ ആ ചോദ്യങ്ങളുടെ ഒരു അനാലിസിസും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? ഓക്കെ, മോഡേൺ എക്കണോമിക്സിന്റെ, അതായത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം. ഓപ്ഷൻസ് ദേ നോക്കിക്കോളൂ. ആദം സ്മിത്ത്, ജോൺ മെയ്നാർഡ് കെയ്ൻസ്, മൻമോഹൻ സിംഗ്, അമർത്യ സെൻ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് സിമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ. നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് മൻമോഹൻ സിംഗിനെ, അമർത്യ സെന്നിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും, അല്ലെ? കാരണം മൻമോഹൻ സിംഗും അല്ല അമർത്യ സെന്നും അല്ല, നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് സംശയം ആദം സ്മിത്ത് ആണോ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണോ ആണ് നമ്മുടെ സംശയം. അതാണ് അതിനകത്തിലെ ഫാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: ആദം സ്മിത്ത് ആണ് നമ്മളുടെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ഓക്കെ, ഈ പറയുന്ന ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയുന്ന ആളും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്നെയാണ്, ഒരു പോപ്പുലർ എക്കണോമിസ്റ്റ് തന്നെയാണ്. ഫാദർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആദം സ്മിത്തിനെയാണ്. ഓക്കെ, നമുക്ക് ചെറിയ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ആദം സ്മിത്ത് വാസ് എ സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആൻഡ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് ഓർ ദ ഫാദർ ഓഫ് ക്യാപിറ്റലിസം. അപ്പൊ ഇനി ആദം സ്മിത്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഫാക്ട് കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചു. ഫാദർ ഓഫ് ക്യാപിറ്റലിസം, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? ആദം സ്മിത്ത് ആണ്. അപ്പൊ ആദം സ്മിത്തിന് രണ്ട് ടൈറ്റിൽ ഉണ്ട്: ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആൻഡ് ഫാദർ ഓഫ് ക്യാപിറ്റലിസം. കൂടാതെ അദ്ദേഹം ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, ഓർത്തോളൂ, മറന്നു പോകരുത്. സ്കോട്ടിഷ് എന്നുള്ളത് മറന്നു പോയാലും ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നുള്ളത് മറക്കാൻ പാടില്ല. അപ്പൊ തന്നെ നോക്കാമല്ലോ, ഫാദർ ഓഫ് ക്യാപിറ്റലിസം ആദം സ്മിത്ത് ആണെന്നുണ്ടെങ്കിൽ ഫാദർ ഓഫ് സോഷ്യലിസം ആരാണ്? അത് വേറെ ആരുമല്ല, കാൾ മാർക്സ് ആണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കാൾ മാർക്സ് ആണ് ഫാദർ ഓഫ് സോഷ്യലിസം എന്നറിയപ്പെടുന്നത്. അതായത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ മാർക്സ്, ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പോപ്പുലർ ആയിട്ടുള്ള എക്കണോമിസ്റ്റ്, അതായത് നമ്മുടെ ആദം സ്മിത്ത്, രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്, അതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതൊക്കെയാണ് രണ്ട് പുസ്തകങ്ങൾ? ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് 1759 ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. അപ്പം 1759 പുറത്തിറങ്ങിയ ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞ പുസ്തകം ആരാണ് എഴുതിയത്? ആദം സ്മിത്ത് ആണ്. അതുപോലെ മറ്റൊരു പുസ്തകമുണ്ട്, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അത് 1776 അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ, ആദം സ്മിത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് ആൻഡ് ദ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ചോദിക്കുന്നത് ഇതായിരിക്കും: വെൽത്ത് ഓഫ് നേഷൻസ് പറഞ്ഞ പുസ്തകം എഴുതിയത് ആര് എന്ന് ചിലപ്പോൾ ചോദിക്കും. ഇപ്പൊ നമ്മൾ ഉത്തരം എഴുതുന്നത് എന്താണ്? ആദം സ്മിത്ത്. ചിലപ്പോൾ ചോദിക്കാൻ എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? ആദം സ്മിത്ത് ആണ്. ചിലപ്പം ഏത് വർഷമാണെന്ന് ചോദിക്കും. അത് 1776. പഠിക്കുമ്പോ വർഷം ചേർത്ത് പറഞ്ഞങ്ങ് പഠിക്കുക. 1776 പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട മേജർ വർക്കാണ് ആൻ എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അടുത്തത് ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് 1759. അപ്പൊ ഈ രണ്ട് വർക്കുകളിലൂടെയാണ് അദ്ദേഹം എന്തിനെ കുറിച്ച് പറഞ്ഞത്? ക്യാപിറ്റലിസത്തെ കുറിച്ചും എക്കണോമിയെ കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിച്ചതെല്ലാം ഈ രണ്ട് പ്രധാനപ്പെട്ട വർക്കുകളിലൂടെയാണ്. ഓക്കെ, ഞാൻ ചെറുതായിട്ട് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അറിവിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. എന്താണ് എക്കണോമിക്സ് എന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ രാജ്യം എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക്, ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ, അതെന്തൊക്കെ ആയിക്കോട്ടെ, ആഹാരമാണെങ്കിലും വസ്ത്രമാണെങ്കിലും വീടാണെങ്കിലും എന്തും ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് കെയർ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള കാര്യങ്ങൾ,
അത് ആ ആവശ്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഫുഡ് നമുക്ക് എന്താണ് ഒരു പ്രൈമറി നീഡാണ് അല്ലെ, ബേസിക് നീഡാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫുഡിന്റെ അല്ലെങ്കിൽ ഈ പ്രൈമറി നീഡിന്റെ നിർമ്മാണം, വിതരണം, ഫൈനൽ കൺസംഷൻ, ഇത്രയെല്ലാം കൂടെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് അല്ലെങ്കിൽ ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് അത് പരീക്ഷയ്ക്ക് നമുക്ക് MCQ ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും നമുക്ക് അറിയണമല്ലോ, ആ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നോക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് ഇൻ ദ ഇന്ത്യൻ എക്കണോമി ഈസ് ഓൾസോ നോൺ ആസ് സർവീസസ്? നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ നോക്കുമ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയാണ് നമ്മൾ സർവീസസ് എന്ന് വിളിക്കുന്നതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അതിനകത്ത് കുറെ സെക്ടറുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടെർഷറി സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ, സെക്കൻഡറി സെക്ടർ, പ്രൈമറി സെക്ടർ, അങ്ങനെ കുറെ സെക്ടറുകളുണ്ട്. ഓക്കെ, ആ സെക്ടറിൽ ഏത് സെക്ടറാണ് സർവീസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ ആൻസർ പറയാം, എന്തായാലും ടെർഷറി സെക്ടർ ആണ് സർവീസസ് എന്നറിയപ്പെടുന്നത്. അതെന്താ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് പരിഗണിച്ചു. പല തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലെ. അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട് അല്ലെ. മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പം നമ്മൾ നോക്കുക, ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് നമ്മൾ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു. ആ നെല്ലിൽ നിന്ന് അരി ഉണ്ടാക്കുന്നു. അരി ഉണ്ടാക്കിയതിനു ശേഷം ഈ അരി പൊടിച്ചിട്ട് അരിപ്പൊടി പോലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. ഇപ്പൊ കൃഷിയുണ്ട് അല്ലെ, മില്ല്, ഇതിലൂടെ ഒരു മാനുഫാക്ചർ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഈ പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് ട്രാൻസ്പോർട്ടേഷനിലൂടെ എത്തുന്നുണ്ട് ഇല്ലേ. വാഹനങ്ങൾ ഓടുന്നുണ്ട്, കൂട്ടത്തിൽ ആ ഗതാഗതം നടക്കുന്നുണ്ട്, കൂടാതെ ഇവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഇല്ലേ. ഒരു ഇപ്പോ അതുപോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങാൻ എന്ത് വേണം, ലോൺ വേണം, അതിനെ സഹായിക്കാൻ ബാങ്കിങ് നടക്കുന്നുണ്ട് ഇല്ലേ. അങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് ഇത്രയും പ്രോസസ്സുകൾ നടക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് അഗ്രികൾച്ചർ ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, പിന്നെ കുറെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളും. ഇവിടെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അഗ്രികൾച്ചർ നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളെ നമ്മൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. പ്രകൃതി വിഭവമായ മണ്ണാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇതിനെ നമ്മൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത് അല്ലെ. അങ്ങനെ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, പ്രൈമറി സെക്ടർ എന്ന് പറയുന്നു. അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. കൃഷി എന്ന് പറയുന്നതാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. കാരണം നമ്മൾ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തുക ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കൃഷി ചെയ്ത് വിളവെടുത്ത ആ നെല്ല് കൊണ്ടുപോയിട്ട് അരിയാക്കി അത് മില്ലിൽ കൊണ്ടുപോയിട്ട് അതിനെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് മാനുഫാക്ചറിംഗിൽ എന്താ നടക്കുന്നത്, ഇവിടെ പ്രൈമറി സെക്ടറിൽ എന്താണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്, ഇവിടെ നമുക്ക് അരിയാണ് ഔട്ട്പുട്ട് കിട്ടിയത്. ആ ഔട്ട്പുട്ടിനെ ഈ മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻപുട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു പ്രൊഡക്റ്റ്, അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ സെക്കൻഡറി സെക്ടർ എന്നാ പറയുക. പ്രൈമറി സെക്ടറായി, സെക്കൻഡറി സെക്ടറായി. ഇനി ഈ പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അനുബന്ധ കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെർഷറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രൈമറി സെക്ടറായി, സെക്കൻഡറി സെക്ടറായി. പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെർഷറി സെക്ടർ ഓഫ് ആക്ടിവിറ്റീസും വരുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ടെർഷറി സെക്ടറിനകത്ത് സത്യത്തിൽ ഒരു പ്രൊഡക്റ്റും നിർമ്മിക്കപ്പെടുന്നില്ല അല്ലെ. ട്രാൻസ്പോർട്ടേഷനകത്ത് എന്താ നടക്കുന്നത്, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുകയല്ല, ഒരു സർവീസ് അവിടെ നടക്കുക. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സർവീസ് നടക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുക ചെയ്യുന്നത്. അവിടെ എന്തുണ്ട്, പ്രൊഡക്റ്റ് ഇല്ല, മറിച്ച് അവിടെ സർവീസുകളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ് സഹായിക്കുന്നു.
ഇൻഷുറൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? പ്രൊഡക്റ്റ് അല്ല, സർവീസസ് ആണ്. സോ ടെർഷറി സെക്ടറിനെ നമ്മൾ എന്തെന്ന് പറയാൻ പറ്റും? സർവീസസ് എന്ന് പറയാൻ പറ്റും. സോ ഒരിക്കലും ഇനി മറക്കരുത്, നമ്മളുടെ ഇന്ത്യയിൽ അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ആ ഒരു എക്കണോമിക് സിസ്റ്റത്തിനകത്തിലെ ടെർഷറി സെക്ടർ ഓഫ് ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ടെർഷറി സെക്ടറിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം എന്താണ്? സർവീസസ് ആണ്. ദർ ഈസ് നോ മാനുഫാക്ചറിങ് ഇൻ ഇറ്റ്. അതിനകത്ത് മാനുഫാക്ചറിങ് വരുന്നില്ല. ദർ ഈസ് ഓൺലി സർവീസസ്. അതാണ് എന്തെന്ന് പറയുന്നത്? ടെർഷറി സെക്ടറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സർവീസസ് എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ എക്കണോമി ഈസ് ഡാഷ്. ഇന്ത്യൻ എക്കണോമി ഡാഷ് ആണ്. ഡയറക്റ്റഡ് എക്കണോമി, മാർക്കറ്റ് എക്കണോമി, ട്രഡീഷണൽ എക്കണോമി, മിക്സഡ് എക്കണോമി. ഓക്കെ ഓക്കെ എന്താണ് ഇന്ത്യൻ എക്കണോമി എന്നാണ് നമ്മൾ ചോദ്യം. ഓക്കെ, നമുക്കറിയാം, മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇന്ത്യൻ എക്കണോമി ഒരു മിക്സഡ് എക്കണോമിയാണ്. വിട്ടുപോകരുത്. ഇന്ത്യൻ എക്കണോമി ഡയറക്റ്റഡ് എക്കണോമി അല്ല, മാർക്കറ്റ് എക്കണോമി അല്ല, ട്രഡീഷണൽ എക്കണോമി അല്ല. ഇന്ത്യൻ എക്കണോമി ഒരു മിക്സഡ് എക്കണോമിയാണ്. അത് എങ്ങനെ അങ്ങ് പഠിച്ചു പോയിക്കോളാം. അപ്പൊ ചോദിക്കുക, എന്താണ് മിക്സഡ് എക്കണോമി എന്ന്? മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ എക്കണോമിക് സിസ്റ്റത്തിനകത്ത് ഗവൺമെന്റും അതുപോലെ തന്നെ പ്രൈവറ്റ് വ്യക്തികളും ഒരുപോലെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഒക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്കണോമിക്ക് പറയുന്ന പേരാണ് മിക്സഡ് എക്കണോമി. ഓക്കെ, ഉദാഹരണം ഞാൻ പറയാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. സ്കൂളുകൾ, ഇന്ത്യയിൽ ഗവൺമെന്റ് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്. ഇല്ലേ? ഇന്ത്യയിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, ഗവൺമെന്റ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഉണ്ട്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെടുത്താലും, മാനുഫാക്ചറിങ് എടുത്താലും, എന്ത് ടെക്സ്റ്റൈൽ ഷോപ്പ് എടുത്താലും, ടെക്സ്റ്റൈൽ മില്ല് എടുത്താലും ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പ്രൈവറ്റിന്റെ ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും പ്രൈവറ്റ് ഓർഗനൈസേഷനും ഒരുപോലെ പ്രവർത്തിച്ചു പോകുന്നത് അത്തരത്തിലുള്ള എക്കണോമിക്ക് പറയുന്ന പേരാണ് മിക്സഡ് എക്കണോമി. ഇപ്പൊ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ഇപ്പൊ ഒരു രാജ്യം, ഉദാഹരണത്തിന് ക്യൂബ അല്ലെങ്കിൽ നോർത്ത് കൊറിയ, ഈ രണ്ട് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെ ചൈന ആയിക്കോട്ടെ, ചൈന മാറ്റം, ചൈനയ്ക്ക് ചെറിയ മാറ്റമുണ്ട്. ഇപ്പൊ നോർത്ത് കൊറിയയോ ക്യൂബയോ ഒക്കെ എടുത്തു നോക്കൂ. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്ഷനും കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള എക്കണോമിക്ക് പറയുന്ന പേരാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. ഓക്കെ, അതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ഒരു എക്കണോമിക് സിസ്റ്റത്തിനകത്ത് ഗവൺമെന്റിന്റെ പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സർവീസസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം എക്കണോമിക് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഇനി പ്രൈവറ്റ് വ്യക്തികൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക ഒരു രാജ്യത്ത്. ഇപ്പൊ ഉദാഹരണം സ്വിറ്റ്സർലൻഡ്, അല്ലെന്നുണ്ടെങ്കിൽ USA. ഇപ്പൊ USA ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യം എടുക്കുക, ആ രാജ്യത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം പോലും പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതുക. അത്തരത്തിലുള്ള എക്കണോമിക്ക് പറയുന്ന പേരാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. നമ്മുടെ ഇന്ത്യയിൽ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ക്യാപിറ്റലിസത്തിന്റെ പോസിറ്റീവ് വശങ്ങളും അതുപോലെ സോഷ്യലിസത്തിന്റെ പോസിറ്റീവ് വശങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി, ഒരു മിക്സഡ് എക്കണോമി ഉണ്ടാക്കി. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിക്സഡ് എക്കണോമിയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഒരു ചോദ്യം നോക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് കോൺട്രിബ്യൂട്ട്സ് ദ മോസ്റ്റ് ടു ഇന്ത്യസ് GDP? നമ്മുടെ രാജ്യത്തിന്റെ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സെക്ടറിൽ നിന്നാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ഇതാണ്: പ്രൈമറി സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ, ടെർഷറി സെക്ടർ, സെക്കൻഡറി സെക്ടർ. ഓക്കെ, മനസ്സിലാക്കി. ചെറിയൊരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമുണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ വരും. കാരണം നമുക്ക് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിലെ ഒരുപാട് ആളുകളും ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്നതും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിൽ നിന്നാണ്.
അഗ്രികൾച്ചർ പ്രൈമറി സെക്ടറാന്ന് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ. അപ്പൊ പ്രൈമറി സെക്ടറിൽ നിന്നായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ തുടക്കകാലത്ത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി തുടക്ക സമയത്ത് നമ്മൾ ശരിക്കും വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. അത് പിന്നീട് മാനുഫാക്ചറിംഗിലേക്ക് മാറി. പിന്നീട് ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടെർഷറി സെക്ടറിൽ നിന്നാണ്, അതായത് സർവീസസിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂഷൻ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് സർവീസ് സെക്ടേഴ്സിലാണ്. നിങ്ങൾ നോക്കി മനസ്സിലാവും ഇല്ലേ? കൃഷി ചെയ്യുന്നവരുടെ എണ്ണവും സർവീസ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏത് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം സർവീസസിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നതും നമ്മളുടെ രാജ്യത്തിന്റെ ജി ഡി പി അറിയാമല്ലോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ആ GDPയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതും ആരാണ്? സർവീസസിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം നമ്മുടെ GDPയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എവിടെ നിന്നാണ്? ടെർഷറി സെക്ടറിൽ നിന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ? ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ദീസ് ആർ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. അത് ഈ ടെർഷറി സെക്ടർ നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ പ്രൈമറി സെക്ടർ നന്നായിട്ട് പോകുന്നത്, സെക്കൻഡറി നന്നായിട്ട് പോകുന്നത്. കാരണം ഉദാഹരണം ഞാൻ പറയാണ്, നമ്മളുടെ ബാങ്കിങ് സിസ്റ്റം നല്ല എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ കാർഷിക ലോൺ അനുവദിക്കും, ഒരുപാട് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാനുള്ള അവസരം ലഭിക്കും, ഇല്ലേ? അതുപോലെ തന്നെ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസ് നമുക്ക് ഡെവലപ്പായി വരും. അല്ലെങ്കിൽ നല്ല ഇൻഷുറൻസ് ഫെസിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, സാമ്പത്തികമായിട്ട് വലിയ ലോസ് ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ ഈ സെക്കൻഡ് അല്ലെ ടെർഷറി സെക്ടർ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും ഒരുപോലെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ട്രേഡ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ടെർഷറി ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ വരുന്നു, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ബാങ്കിങ്, ഇതെല്ലാം എന്താണ്? ടെർഷറി സെക്ടർ ആണ്. Since these activities generate services rather than goods, the tertiary sector is also known as service sector. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ടെർഷറി സെക്ടറിനകത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു സർവീസസ് സൃഷ്ടിക്കുക അല്ലെങ്കിൽ സർവീസസിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് ടെർഷറി സെക്ടറിൽ നമ്മൾ സർവീസ് സെക്ടർ എന്നും പറയുന്നത്. അടുത്ത പോലെ ഇന്ത്യ റാങ്ക്സ് 15 ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ സർവീസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് അറൌണ്ട് 23% ഓഫ് ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ, മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം വർക്ക് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 23% ആളുകളും ജോലി ചെയ്യുന്നത് എവിടെയാണ്? സർവീസ് സെക്ടറിലാണ് എന്ന് മനസ്സിലാക്കണം. And the service sector contributes the most to Indian GDP. നമ്മുടെ ഇന്ത്യൻ GDPയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ആരാണ്? സർവീസ് സെക്ടറിൽ നിന്നാണ്. ഓക്കെ, അത് വിട്ടുപോകരുത്. തുടക്കകാലത്ത് അഗ്രികൾച്ചർ ആയിരുന്നു, ബട്ട് ഇപ്പോൾ എന്താണ്? സർവീസ് സെക്ടർ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: which government organization is the main regulator of all investors active in the Indian securities market? ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്ഥാപനം ഏതെന്നാണ് നമ്മളുടെ ചോദ്യം. വിച്ച് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഇസ് ദ മെയിൻ റെഗുലേറ്റർ ഓഫ് all investors active in the Indian securities market? IRDA, RBI, SEBI, NABARD. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും അല്ലെ? നമുക്ക് നോക്കാം. IRDA എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതാണ് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഇൻഷുറൻസ് സംവിധാനങ്ങളെ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ പ്രൈവറ്റ് ആണെങ്കിൽ ശരി, ഗവൺമെന്റിന്റെ ആണെങ്കിൽ ശരി, ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ ഇൻഷുറൻസ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അപ്പൊ ഏതെങ്കിലും നമ്മളൊരു ഇൻഷുറൻസ് നമ്മളൊരു പോളിസി എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചീറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെ നമ്മൾ ആ ചീറ്റ് ചെയ്യപ്പെട്ടു, ഓക്കെ, അതിന്റെ തുടർ നടപടികൾക്കൊക്കെ നമുക്ക് സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണ് IRDA എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് RBI. ഇത് എല്ലാവർക്കും അറിയാം അല്ലെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.
ഇന്ത്യയിൽ കറൻസി പ്രിന്റിങ്ങും അതിന്റെ റെഗുലേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനമാണ് RBI എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടിനും എന്തുമായിട്ട് ബന്ധമില്ല? സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് ബന്ധമില്ല. പിന്നെ സെബി ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പറയണം. പിന്നെ നബാർഡ്. എന്താണ് നബാർഡ്? നബാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ അഗ്രികൾച്ചറിനെയും അതുപോലെ തന്നെ റൂറൽ ഏരിയയിലെ ആളുകളുടെ അഫയേഴ്സിന് അവർക്ക് എന്തൊക്കെ വേണം, ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാരെയും അവരുടെ കൃഷി കാര്യങ്ങളെയും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേശീയ ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, IRDA അല്ല, RBI അല്ല, നബാർഡും അല്ല. പിന്നെന്താണ് സെബി എന്ന് വെച്ച് കഴിഞ്ഞാൽ? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതാണ് സെബിയുടെ ഫുൾ ഫോം. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അതാണ് സെബിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്, ഉദാഹരണത്തിന് ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ടാറ്റ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടാറ്റ കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ കുറച്ച് പൈസ ടാറ്റ കമ്പനിയിൽ നമുക്ക് നിക്ഷേപിക്കാം. നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ. നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഡിവിഡൻഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഷെയർ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഈ 10,000 രൂപയുടെ ബോണ്ട്, ഷെയർ, ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെക്യൂരിറ്റീസ് നമ്മൾ വാങ്ങും, പകരം നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യും. ഈ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഷെയർ വാങ്ങിയാൽ തന്നെ നമ്മൾ എന്തായിട്ട് മാറി? നമ്മൾ അതിന്റെ ഷെയർ ഹോൾഡർ ആയിട്ട് മാറി. അങ്ങനെ ഈ സെക്യൂരിറ്റീസിന്റെ വാങ്ങലുകളും വിൽപ്പനയും നടക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മീൻ വിൽക്കുന്ന സ്ഥലം മീൻ മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ, ഈ സെക്യൂരിറ്റീസ്, ഈ പറയുന്ന ഷെയറും ബോണ്ട് ഡിബഞ്ചർ ഇതൊക്കെ ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം വിൽപ്പനകൾ, ക്രയവിക്രയം നടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ഷെയർ മാർക്കറ്റ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ പറയും, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ, ഈ ഷെയറിന്റെ, അതായത് സെക്യൂരിറ്റിയുടെ വിൽപ്പനയും വാങ്ങലൊക്കെ നടക്കുന്ന ഈ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യണം. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഫ്രോഡിലന്റ് ഒന്നും നടക്കാൻ പാടില്ല. അത്തരത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കി സെബിയുടെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. The Securities and Exchange Board of India (SEBI) was initially constituted on 12th April 1988. ഓക്കെ, ഇതൊരു മുൻ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. എന്നാണ് സെബി ഫോം ചെയ്ത് എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നിട്ടുണ്ട്. സോ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. 12th April 1988. 1988 ഏപ്രിൽ 12 സെബി എന്ന് പറഞ്ഞ സ്ഥാപനം നിലവിൽ വരുന്നത്. The SEBI is the regulatory body for dealing with all matters related to the development and regulation of securities market in India. ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീലിങ്സിനെയും, അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും റെഗുലേറ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക. ഇതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, സെബിയുടെ പ്രധാന പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സെബി is situated in Mumbai with its regional office at കൊൽക്കത്ത, ഡൽഹി ആൻഡ് ചെന്നൈ. സെബിയുടെ ഓഫീസ് എന്ന് പറയുന്നത്, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ബട്ട് എന്നാലും അതിന് എന്തൊക്കെയുണ്ട്? റീജിയണൽ ഓഫീസ് ഉണ്ട്. അതെവിടെയൊക്കെയാണ്? കൊൽക്കത്ത, അതുപോലെ ഡൽഹി, ചെന്നൈ. ഓക്കെ, സെബി ഈസ് മാനേജ്ഡ് ബൈ 6 മെമ്പേഴ്സ്. സെബിക്ക് 6 മെമ്പേഴ്സ് ഉണ്ട്. സെബിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് 6 മെമ്പേഴ്സ് ഉണ്ട്. അത് ആരൊക്കെ നമുക്ക് നോക്കാം. 1 ചെയർമാൻ. ഓക്കെ, സെബിക്ക് ഒരു ചെയർമാൻ ഉണ്ട്. ആ ചെയർമാൻ, ഓക്കെ, 1 ചെയർമാൻ. ദ ചെയർമാൻ ഈസ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ചെയർമാൻ ഉണ്ട്. മറ്റ് 2 അംഗങ്ങളുണ്ട്. ഓഫീസേഴ്സ് ഓഫ് സെൻട്രൽ മിനിസ്ട്രീസ്, 1 മെമ്പർ ഫ്രം RBI ആൻഡ് ദ റിമൈനിങ് 2 മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്.
ഓക്കെ, ഇത്രയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രക്ചർ ചോദിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഇതാണ്: സെബിയുടെ ചെയർമാനെ നോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? എ പ്രൈം മിനിസ്റ്റർ, ബി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, സി CJ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇതായിരിക്കും വരുന്നത്. ഏതായിരിക്കും ആൻസർ? സെൻട്രൽ മിനിസ്ട്രി. സോ നൺ ഓഫ് ദ എബോവ് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞ ഓപ്ഷൻ അത്. സോ സെൻട്രൽ ഗവൺമെന്റ് ആണ് സെബിയുടെ ചെയർമാനെ നോമിനേറ്റ് ചെയ്യുന്നത്, വിട്ടുപോകരുത്. Okay, SEBI's primary functions include protecting the investor interest, promoting and regulating Indian securities market. ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഏതിന്റെ ധർമ്മം എന്ന് പറയുന്നത്? സെബിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: For the first time, under which plan the private sector was given preference over the public sector? ഓക്കെ, ചോദ്യം ഇതാണ്: ആദ്യമായിട്ട് ഏത് പ്ലാനിലാണ്, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പ്രൈവറ്റ് സെക്ടറിന് പബ്ലിക് സെക്ടറിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലെ പ്രിഫറൻസ് കൊടുത്തത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നാണ് നമ്മളുടെ ചോദ്യം. ആൻസർ 6th 5-year പ്ലാൻ, 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, അതുവരെ അതായത് നമുക്ക് 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുമ്പോഴും നമ്മൾ മിക്സഡ് എക്കണോമി ആണ് നമ്മൾ ഫോളോ ചെയ്തത്. എന്നിട്ടും എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഗവൺമെന്റ് ഓർഗനൈസേഷൻസിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, നമുക്ക് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ പബ്ലിക് സെക്ടറിനേക്കാൾ കൂടുതൽ പ്രിഫറൻസ് പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തത്. ഓക്കെ, ചോദ്യം നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റീസ് വാസ് ഫോംഡ് ടു റീഫോം ദ ബാങ്കിങ് സെക്ടർ? ബാങ്കിങ് സെക്ടർ റീഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് വന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. മൽഹോത്ര കമ്മിറ്റി, ചെല്ലയ്യ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി, കേൾക്കാർ കമ്മിറ്റി. ഓക്കെ, നമ്മുടെ ആൻസർ ഇതാണ്. നരസിംഹം കമ്മിറ്റിയാണ് ബാങ്കിങ് റീഫോംസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: ഹൂസ് സിഗ്നേച്ചർ ഈസ് ഓൺ 1 rupee നോട്ട്? ഓക്കെ, 1 രൂപ നോട്ടില്, ഒരു രൂപയുടെ കറൻസിയിൽ ആരുടെ സിഗ്നേച്ചർ ആണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ഓപ്ഷൻ ഡി യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി. ഓക്കെ, നമുക്കറിയാം, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ രാജ്യത്ത് കറൻസി പ്രിന്റ് ചെയ്യുന്നത് ആരുടെ സോൾ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ രാജ്യത്ത് കറൻസി പ്രിന്റ് ചെയ്യുന്നത്. ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്ത് കറൻസി പ്രിന്റ് ചെയ്യുമ്പോൾ 1 രൂപയുടെ കറൻസി, 1 rupee കറൻസി ഒഴികെയുള്ള മറ്റെല്ലാ കറൻസിയും RBI ആണ് ചെയ്യുന്നത്. എക്സെപ്റ്റ് 1 rupee, 1 രൂപയുടെ കറൻസി പ്രിന്റ് ചെയ്യുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്, ഫിനാൻസ് മിനിസ്ട്രിയാണ്. ഓക്കെ, ഫിനാൻസ് മിനിസ്ട്രിയാണ് 1 രൂപ അല്ലെങ്കിൽ 1 രൂപ കറൻസി പ്രിന്റ് ചെയ്യുന്നത്, നമ്മുടെ ധനകാര്യ മന്ത്രാലയമാണ്. ഓക്കെ, ഈ RBI പ്രിന്റ് ചെയ്യുന്ന കറൻസിയിൽ സൈൻ ചെയ്യുന്നത് RBI ഗവർണറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ 1 രൂപ കറൻസിയിൽ സൈൻ ചെയ്യുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അല്ല, യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി ആണ് എന്ന് ഓർത്തു വെച്ചോളുക. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ഇന്ത്യയിൽ കറൻസി പ്രിന്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1 രൂപയുടെ കറൻസി പ്രിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, 1 രൂപ ഒഴിച്ചുള്ള ബാക്കി എല്ലാ കറൻസിയും പ്രിന്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് തന്നെ 1 രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളിലും സൈൻ ചെയ്യുന്നത് RBI ഗവർണറാണ്. പക്ഷെ 1 രൂപ നോട്ടിൽ സൈൻ ചെയ്യുന്നത് ആരാണ്? യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി ആണ്. വിട്ടുപോകരുത്. ഇത് ചോദ്യം നോക്കാം. When was IDBI established? എന്താണ് IDBI എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ,
ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് IDBI എന്ന് പറയുന്നത്. എന്നാണ് IDBI ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്കിനി കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. IDBI ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നമുക്ക് നോക്കാം. ദ IDBI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ ഫുൾ ഫോം ഒന്ന് പഠിച്ചോണേ, ചിലപ്പം അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണത്. ഓക്കെ, സോ IDBI, Industrial Development Bank of India, was established on 1st July 1964. 1964 ജൂലൈ 1-നാണ് IDBI ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആണ്. കാരണം ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് ഫോം ചെയ്തത്. കാരണം നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രികളെ ഡെവലപ്പ് ചെയ്യുക, കൂടുതൽ ഇൻഡസ്ട്രികൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം കൊടുക്കുക, ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് IDBI ബാങ്ക് ശരിക്കും നിലവിൽ വരുന്നത്. അപ്പൊ എന്നാണ് നിലവിൽ വന്നത്? 1st July 1964 വരുന്നത്. The government of India established IDBI under the Industrial Development Bank of India Act 1964. ഓക്കെ, ഓർത്തു വെച്ചോളൂ. അപ്പൊ IDBI ബാങ്ക് ഫോം ചെയ്യുന്നതിന് കാരണമായ ആക്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1964 എന്ന് ഓർത്തു വെച്ചോളൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ ആക്ട് പാസ്സാക്കിയത് ആരാണ്? പാർലമെന്റ് ആണ്. IDBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആദ്യം ഇത് ഫോം ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു ഫോം ചെയ്തത്? ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഫോം ചെയ്തത്. IDBI വാസ് എ ഫുള്ളി ഓർ ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതെന്ന് പറയുന്നത് എന്താണ്? IDBI എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു വലിയൊരു കൺട്രോളിലാണ്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സബ്സിഡിയറി കൂടിയായിരുന്നു എന്ന് പറയുന്നത് ഈ IDBI ബാങ്ക് എന്ന് പറയുന്നത്. എന്തിനാണ് IDBI വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. അതായത് നമുക്ക് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇതുപോലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏതിന്റെ ലക്ഷ്യം? IDBI ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വേർ റീജിയണൽ റൂറൽ ബാങ്ക് വേർ എസ്റ്റാബ്ലിഷ്ഡ്? എന്നാണ് റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ RRB, ഓക്കെ, RRB റീജിയണൽ റൂറൽ ബാങ്ക് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം. 1975 എന്ത് ഫോം ചെയ്യുന്നത്? RRB ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് RRB കുറിച്ച് നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ RRB. The regional rural bank are the newest form of banks that came into existence since the middle of 1970s. 1970-കളുടെ മധ്യത്തില് രൂപം കൊണ്ട ഏറ്റവും നൂതനമായ ബാങ്കിങ് സംവിധാനമാണ് RRB എന്ന് പറയുന്നത്. ഓക്കെ, അതുവരെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയൊരു ഉൾക്കാഴ്ചയോടെ, പുതിയൊരു വിഷനോട് കൂടി വന്ന ഒരു ബാങ്കിങ് സംവിധാനമാണ് RRB എന്ന് പറയുന്നത്. എന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1970-കളുടെ മധ്യത്തിൽ, മീൻസ് 75. ഇറ്റ് വാസ് സ്പോൺസേഡ് ബൈ ഇൻഡിവിജ്വൽ നാഷണലൈസ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്പിംഗ് റൂറൽ എക്കണോമി ബൈ പ്രൊവൈഡിംഗ് ക്രെഡിറ്റിംഗ് ഡെപ്പോസിറ്ററി ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ സ്പോൺസർ ചെയ്യുന്നത് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കും, ഈ RRBയെ സ്പോൺസർ ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തിന്റെ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ, അവരുടെ തൊഴിൽ എന്താണ്? കൃഷിയാണ്, അല്ലെ? ഇവർക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ധനസഹായം കൊടുക്കുക, കൃഷി ചെയ്യുന്നതിന് പണം ആവശ്യമുണ്ടെങ്കിൽ പണം കൊടുക്കുക, ഇല്ലേ? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് റൂറൽ ഏരിയയിലെ ആളുകളെ ഡെവലപ്പ് ചെയ്യണം, അവരുടെ കൃഷി പ്രോത്സാഹിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? RRB ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇപ്പം ലോൺ എടുത്തിട്ട് അവർ കൃഷി ചെയ്യുന്നു, കൃഷി ചെയ്ത് കിട്ടുന്ന വരുമാനം അവർക്ക് സേവിങ്സ് ആയിട്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുക. അപ്പം അവർക്ക് നഗരത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല അതിനു വേണ്ടിയിട്ട്. അപ്പം അതാണ് എന്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് വെയർ സെറ്റപ്പ് അണ്ടർ ദ ടേംസ് ഓഫ് 26 സെപ്റ്റംബർ 1975 ഓർഡിനൻസ് ആൻഡ് RRB ആക്ട് ഓഫ് 1976. ഓക്കെ, 1976 RRB ആക്ട് അനുസരിച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ പറയുന്ന RRB ഫോം ചെയ്യും. ദ ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2 ഒക്ടോബർ 1975. നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം ഒന്ന് ഓർത്തു വെച്ചോളൂ. 1975 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കാൻ മറക്കരുത്, 2 ഒക്ടോബർ.
2 ഒക്ടോബറിന്റെ പ്രത്യേകത നമുക്കറിയാം അല്ലെ. എന്താണ്? ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആണ് അല്ലെ. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവ് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളുടെ വികസനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരാളാണല്ലോ ഗാന്ധിജി എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് എന്തെന്ന് പറയുന്നത്, RRB ഫോം ചെയ്യുന്നത്. ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഗാന്ധിജിയുടെ ജന്മദിനം നമ്മൾ മറക്കത്തില്ല, ഒക്ടോബർ 2 സോ ആ ഗാന്ധിജിയുടെ ജന്മദിനത്തില് അദ്ദേഹം പറഞ്ഞ ഒരു ഐഡിയോളജി വെച്ചിട്ട് ബാങ്ക് ഫോം ചെയ്യുന്നു. അതാണ് RRB. ദ പ്രഥമ ബാങ്ക് ഓഫ് മൊറാദാബാദ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ദ പ്രഥമ ബാങ്ക് ഓഫ് മൊറാദാബാദ് എന്ന് പറയുന്ന ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ RRB എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പൊ മൊത്തം 43 RRB പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് ഈസ് എ സിമ്പിൾ ഓഫ് RBI? RBIയുടെ സിമ്പിൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് RBIയുടെ ലോഗോ എന്തെന്നാണ് ചോദ്യം. അപ്പം സിമ്പിളും ലോഗോ ഇത് രണ്ടിലേതെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാം. ചിലപ്പോൾ RBIയുടെ ലോഗോ ഏതാണ്, അല്ലെ ചിലപ്പോൾ RBIയുടെ സിമ്പിൾ എന്താണ് നമുക്ക് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ പിരമിഡ് ആൻഡ് ആൻ ഈഗിൾ, അശോക പില്ലർ, ബംഗാൾ ടൈഗർ ഇൻ ഫ്രണ്ട് ഓഫ് എ പാം ട്രീ ആൻഡ് ഡോഗ് സിറ്റിംഗ് ഇൻ ഡിഫൻസീവ് പൊസിഷൻ. ഓക്കെ, 4 ഓപ്ഷൻ ആണ്. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആൻസർ ആണ് ബംഗാൾ ടൈഗർ ഇൻ ഫ്രണ്ട് ഓഫ് എ പാം ട്രീ. ഓക്കെ, അതായത് ഒരു ബംഗാൾ ടൈഗർ ഉണ്ട്, ഒരു പാം ട്രീ ഉണ്ട്. ഇതാണ് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സിമ്പിൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോയിൽ കാണപ്പെടുന്ന ട്രീ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പാം ട്രീ ആണ്. ചിലപ്പോൾ ചോദിക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോയിൽ കാണപ്പെടുന്ന അനിമൽ ഏതാണ്? ദറ്റ് ഈസ് ബംഗാൾ ടൈഗർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ മാറി മാറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് നോക്കിച്ചോളാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെഫറൻസ് ടു ദ ബാങ്ക് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ബാങ്കുകളെ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തെയൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മൊബൈൽ ATM വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ICICI ബാങ്ക്. ആദ്യമായിട്ട് മൊബൈൽ ATM, മൂവ് ചെയ്യുന്ന ATM എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് ICICI ബാങ്ക് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് SBI ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്ക് SBI ആണ്. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അലഹബാദ് ബാങ്ക് ഈസ് ദ ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ആൻഡ് ഫോർത്ത് വൺ ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ പ്രൈവറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന സെന്റൻസുകളിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യത്തെ മൂവിംഗ് ATM, മൊബൈൽ ATM കൊണ്ടുവന്ന ICICI ബാങ്ക് ആണോ, HDFC ആണോ, അല്ലെങ്കിൽ HSBC ആണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും അല്ലെ. എന്നാലും നമുക്ക് ലാസ്റ്റ് സെന്റൻസ് നോക്കിക്കേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ പ്രൈവറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്വകാര്യ ബാങ്കാണ്. കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻസറും അത് തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ പ്രൈവറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ആൻസർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് ഫോർത്ത് വൺ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബാക്കി സ്റ്റേറ്റ്മെന്റിലൂടെ നോക്കിയേക്കാം നമുക്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ATM എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് ICICI ബാങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് ആണ് ICICI ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്കാണ് ഏതെന്ന് പറയുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്കും SBI ആണ്. അതുപോലെ അലഹബാദ് ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ബാങ്കാണ് അലഹബാദ് ബാങ്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 13ാമത്തെ ചോദ്യം: ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് GST ഫ്രെയിംവർക്ക് വാട്ട് ഈസ് ദ ഫോം ഓഫ് SGST? എന്താണ് SGST എന്ന് പറയുന്നത്? അത് GST എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് എന്താണ് SGST? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സ്പെഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ആൻഡ് സിസ്റ്റമിക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ആൻഡ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓപ്ഷനകത്തുള്ളത്. നമ്മൾ ആൻസർ എന്ന് പറയുന്നത് SGST എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് അല്ലെ. നമുക്ക് നോക്കാം. GST എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. ഓക്കെ, ഈ GST എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ കുറെ നികുതി സംവിധാനങ്ങളുണ്ട്.
ഈ നികുതി സംവിധാനങ്ങളെല്ലാം അതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ നികുതിയും ഓരോ സ്റ്റേറ്റുകളിലും ഡിഫറെന്റ് ആണ്. അപ്പോൾ ആ സ്ലാബ് എന്ന് പറയുന്നത് ടാക്സിന്റെ സ്ലാബ് എന്ന് പറയുന്നത് കേരളത്തിലല്ല, കേരളത്തിലെ പോലെ അല്ല മറ്റൊരു സ്റ്റേറ്റുകളിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പോലെ അല്ല മറ്റൊരു ആന്ധ്രാപ്രദേശില്, അങ്ങനെ സ്റ്റേറ്റ് വൈസും ഈ ടാക്സ് സ്ലാബിനകത്ത് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ത്യ രാജ്യം തീരുമാനിക്കുകയാണ്, ഗവൺമെന്റ് തീരുമാനിച്ചു നമുക്ക് രാജ്യത്തിന് ഒറ്റ നികുതി മതി, ഒറ്റ നികുതി സമ്പ്രദായം മതി എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഒറ്റ നികുതി എന്ന് പറയുന്ന സംവിധാനമായിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ഒരു നികുതി സംവിധാനം ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, ആ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മൾ 3 തരത്തിൽ ഈടാക്കുന്നുണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് CGST എന്ന് പറയുന്നു. അത് സെൻട്രൽ, സി എന്ന് പറയുന്നത് സെൻട്രൽ ആണ് കേട്ടോ, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അടുത്ത് SGST എന്ന് പറയുന്നത് മറ്റൊന്നുണ്ട്, അതാണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ആൻഡ് IGST എന്ന് പറയുന്നത് മറ്റൊന്നുണ്ട്, അതാണ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അങ്ങനെ 3 തരത്തിലാണ്, 3 രൂപങ്ങളിലാണ്, 3 രീതിയിലാണ് GST ഇന്ത്യയിൽ ഈടാക്കുക. ഓക്കെ, അതായത് ആദ്യം നമുക്ക് CGST എന്താന്ന് നോക്കാം. CGST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു എന്തെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് അവൈൽ ചെയ്യുന്നു, നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ അവൈൽ ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന നികുതിയുടെ ഷെയർ ആണ് CGST എന്നും പറഞ്ഞൊരു തുക അവർ വാങ്ങും. സാധാരണ നമ്മൾ കേരളത്തിൽ നിന്നൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ CGSTയും കൊടുക്കണം, പ്ലസ് SGST നമ്മൾ കൊടുക്കണം. കേരളത്തിൽ നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിനുള്ളിലെ ടാക്സേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. CGST പ്ലസ് SGST നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നതാണ് IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്റർ സ്റ്റേറ്റ്, ഇപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റിൽ നിന്ന്, നമ്മൾ കേരളത്തിൽ നിന്നൊരു സാധനം മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോവാന്ന് വിചാരിച്ചു, ഈ അന്തർ സംസ്ഥാനം, മറ്റു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സാധനങ്ങളുടെ ട്രേഡിംഗ് നടക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരുന്ന ടാക്സ് ആണ് ഇന്റഗ്രേറ്റഡ് GST. ഓക്കെ, അങ്ങനെ 3 തരത്തിൽ നമ്മുടെ രാജ്യത്ത് GST ഈടാക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സസ് ഓർ ഡ്യൂട്ടീസ് ഡസ് നോട്ട് കം അണ്ടർ GST? GSTയുടെ പരിധിയിൽ വരാത്ത ടാക്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. വാറ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് എന്റർടൈൻമെന്റ് ടാക്സ്. ഓക്കെ, നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രമാണ് GSTയുടെ പരിധിയിൽ വരാത്തത്. ഓക്കെ, ബാക്കി ഒട്ടുമിക്ക ടാക്സുകളും എന്താക്കി മാറ്റി GST എന്ന് പറയുന്ന ഒരു വലിയൊരു കൂടാരത്തിനുള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. ഇത്രയാണ്. ഒന്നെന്ന് പറയുന്നത് സർവീസ് ടാക്സ്, അത് GSTയിലാണ്. അതുപോലെ തന്നെ സെൻട്രൽ സെയിൽസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, പിന്നെ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്, സെൻട്രൽ സർചാർജസ് ആൻഡ് സെസ്. ഇതെല്ലാം GSTയിൽ സബ്സ്യൂം ചെയ്തതാണ്. ഓക്കെ, ഇത് ഇത്രയും പറയുന്ന സ്റ്റേറ്റ് ടാക്സുകളാണ്. അതായത് GSTയിൽ കൊണ്ടുവന്നിട്ടുള്ള, നമ്മൾ സ്റ്റേറ്റിൽ മാത്രം ഈടാക്കിക്കൊണ്ടിരുന്ന പല ടാക്സുകളും GSTയിലേക്ക് കൊണ്ടുവന്നു. അതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് വാറ്റ്, പർച്ചേസ് ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്. അത് എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ്. പിരിച്ചുകൊണ്ടിരുന്നത് മുനിസിപ്പാലിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കും അത് പിടിക്കുന്നത്. അതിൽ ലക്ഷറി ടാക്സ്, ഒക്ട്രോയ് എന്ന് പറയുന്ന ടാക്സ് ഉണ്ട്. പിന്നെ പറയുന്ന ടാക്സേഷൻ ഓൺ ലോട്ടറീസ്, ഓക്കെ, മണ്ടി ടാക്സ്, ദെൻ അഡ്വർടൈസ്മെന്റ് ടാക്സ്. ഇത്രയാണ് സ്റ്റേറ്റ് GST. അതായത് സ്റ്റേറ്റ് ടാക്സുകൾ GSTയുടെ പരിധിയിൽ കൊണ്ടുവന്ന സംസ്ഥാന നികുതികളാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇനി GSTക്ക് എക്സംപ്റ്റഡ്, GSTയിൽ ഇല്ലാത്ത ടാക്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. നമ്മുടെ രാജ്യത്തുള്ള കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഈ GSTയിൽ വരുന്നില്ല, അല്ലെങ്കിൽ GSTയുടെ മാറ്റി നിർത്തിയത്, GSTയുടെ പരിധിയിലില്ല. സർചാർജസ് ഓൺ കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് സെസ്, മോട്ടോർ വെഹിക്കിൾ ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, അതായത് നമുക്ക് ലിക്കറിന് ഉള്ള എക്സൈസ് ഡ്യൂട്ടി. അതുപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്റ്റ്, അത് GSTയിലില്ല. ലിക്കർ, ആൽക്കഹോളിക് പ്രൊഡക്റ്റും അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സ്, ഇതൊന്നും നമുക്ക് GSTയിൽ വരുന്നില്ല. പിന്നെ വാറ്റ് ഓൺ പെട്രോളിയം പ്രോഡക്റ്റ്, വാറ്റ് ഓൺ ടൊബാക്കോ പ്രോഡക്റ്റ്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആൻഡ് സേഫ് ഗാർഡ് ഡ്യൂട്ടി, ടോൾ ടാക്സ് ആൻഡ് എന്റർടൈൻമെന്റ് ടാക്സ്. ഇങ്ങനെ കുറെ ടാക്സുകൾ
GST പരിധിയിൽ വരുന്നില്ല. ഇതിനകത്തിലെ പ്രധാനപ്പെട്ട അതൊക്കെ ഒന്ന് നമ്മൾ നോക്കി വെച്ചുകൊണ്ട് പോകണം. കാരണം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. GST ആയിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സ് ഭാഗത്തുനിന്ന് ഒരു ചോദ്യം RP പരീക്ഷയ്ക്ക് ഉറപ്പാണ്. അത് പ്രതീക്ഷ തന്നെ നിങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഇൻകം അവൈലബിൾ വിത്ത് എ പേഴ്സൺ ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ടാക്സസ്? അതായത് ഒരാളുടെ ഇൻകം, അയാളുടെ ഇൻകത്തിൽ നിന്ന് ടാക്സ് കൊടുത്തതിന് ശേഷം എത്ര തുക ബാക്കി വരുന്നു, അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഓക്കെ, ഇൻകം അവൈലബിൾ ഫോർ യൂസ്, ക്യാഷ് ഇൻകം, സാലറി, ജനറൽ ഇൻകം. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഇൻകം അവൈലബിൾ ഫോർ യൂസ്. ഓക്കെ, ഇൻകം അവൈലബിൾ ഫോർ യൂസ് ആണ്. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. നമ്മൾ അതിനെ ഡിസ്പോസിബിൾ ഇൻകം എന്നാ പറയുക. ഡിസ്പോസിബിൾ ഇൻകം. Okay, disposable income is the money that is available from an individual salary after he or she pays local, state and federal taxes. It is also known as disposable personal income or net pay. അതായത് ഇപ്പം ഒരാൾക്ക് സാലറി കിട്ടി, നമ്മൾ സാലറി വാങ്ങിയതിനു ശേഷം നമ്മൾ ആ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത തുക ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെ? ടാക്സ് ആയിട്ട് ഡിഡക്ട് ചെയ്യാറുണ്ട്. ഡിഡക്ട് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ഡിസ്പോസിബിൾ ഇൻകം. അല്ലെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു പേരെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം. ഓക്കെ, ഡിസ്പോസിബിൾ ഇൻകം ഈസ് വൺ ഓഫ് ദ മെയിൻ പാരാമീറ്റേഴ്സ് ഇൻ ഡിറ്റർമിനിങ് കൺസ്യൂമർ സ്പെൻഡിങ്. ഓക്കെ, ഇത് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുകയാണ് നമ്മൾ കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധനം സേവനം വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈസയാണ് ഈ പറയുന്ന ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് നടക്കും. അപ്പൊ വാങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും അവിടെ നടക്കുന്നുണ്ട്. സോ നമ്മൾ അതും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. It's also known as most important factors of demand. Okay, disposable income indicates that the number of goods and services that can be purchased at different prices over a particular period. Okay, അതുപോലെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ആണ് ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ഇൻകം ടാക്സസ്. അത് ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇൻകം ടാക്സ് കൊടുത്തതിന് ശേഷം വരുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന്. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. അക്കോർഡിംഗ് ടു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സെൻസസ് 2011, the decadal population growth rate of India for 2001 to 2011 is approximately. അതായത് നമുക്ക് 2011 സെൻസസ് അനുസരിച്ച് ഒരു ഡെക്കേഡൽ പോപ്പുലേഷൻ ഗ്രോത്ത്, അത് 10 വർഷത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയാണെന്നാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ 2011 സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫാക്ട് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ക്ലാസ്സിൽ. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നല്ലെങ്കിൽ ഈ രീതിയിലല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ആ ഒരു 2011 സെൻസസിന്റെ ചില സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് 2011 സെൻസസിന്റെ കുറച്ച് ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. India's population growth rate is 17.64% in the decade 21 to 2011. 2001 മുതൽ 2011 വരെയുള്ള ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 2011 സെൻസസ് നമ്മൾ എടുക്കുന്നു. ഇപ്പൊ 2001 മുതൽ 2011 വരെയുള്ള ഒരു 10 വർഷം നമ്മൾ പരിഗണിച്ച് നോക്കിയാൽ നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞത് 17.64% ആണ്. ഓക്കെ, 17.64% ആണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ദ സ്ലോവസ്റ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ദ പാസ്റ്റ് സെഞ്ചുറി. ഓക്കെ, അതായത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് നോക്കിക്കഴിഞ്ഞാല് ഈ 2001 മുതൽ 2011 വരെയുള്ള ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 10 വർഷം ഉണ്ടായ ആ ഗ്രോത്ത് റേറ്റ് ആണ് ഏറ്റവും സ്ലോവസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യസ് പോപ്പുലേഷൻ ഈസ് 2011 is estimated to be 1.21 billion, comprising 624 million males and 587 million ഫീമെയിൽസ്. അത് 627 മില്യൺ പുരുഷന്മാര്, അതുപോലെ തന്നെ 587 മില്യൺ ഫീമെയിൽസും ആണ്. അതുപോലെ ഇന്ത്യസ് ഫീമെയിൽ പോപ്പുലേഷൻ ഗ്രൂ ബൈ 18.12% ഓഫ് ദ ഫാസ്റ്റ് ഡെക്കേഡ് അഗൈൻസ്റ്റ് 17.19, 18.12, 17.19. ശ്രദ്ധിച്ചോളാം, 18.12 ഫീമെയില്, 17.19
മെയില്. അപ്പൊ നോക്കുക, ഫീമെയിൽ ഗ്രോത്ത് റേറ്റ് നമ്മുടെ രാജ്യത്ത് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ഇന്ത്യസ് ലിറ്ററസി റേറ്റ് ഹാസ് ഗോൺ അപ്പ് ഫ്രം 64.83% ടു 74.04 in 2011. അത് നമ്മുടെ സാക്ഷരത, നമ്മുടെ ലിറ്ററസിയും കൂടിയിട്ടുണ്ട്. ലിറ്ററസി 64-ലായിരുന്നു കിടന്നിരുന്നത്, 64-ആയിരുന്നു നമ്മൾ 2001 കിടന്നിരുന്നത്. 2011 എത്തിയപ്പോഴത്തേക്ക് അത് 74-ലേക്ക് നല്ല ഗ്രോത്ത് റേറ്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ സെക്സ് റേഷ്യോ, ദ സെക്സ് റേഷ്യോസ് ദാറ്റ് ഇസ് എ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്, 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ സെക്സ് റേഷ്യോ നമുക്ക് എന്തായി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് സെക്സ് റേഷ്യോ ഇപ്പൊ 940 ആണ്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് 933, 933 ആയിരുന്നു, 933 ആയിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ അത് 940 മാറി. അതുപോലെ ചൈൽഡ് സെക്സ് റേഷ്യോ ഈസ് 914 അത് ലോസ് സിൻസ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അത് ചൈൽഡ് സെക്സ് റേഷ്യോ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഫിഗർ നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ എത്ര പെർസെന്റേജ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. സെക്സ് റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ പ്രധാനപ്പെട്ടാണ് സെക്സ് റേഷ്യോ എന്നുള്ളത്. അത് നോക്കിയേ. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ അത്രയും സെൻസസിന്റെ ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് റെഫർ ചെയ്ത് പോവാം. അടുത്ത ചോദ്യം നോക്കാം. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ സെൻസസ് 2011, which of the following Indian state has the highest number of people living in rural area? ഓക്കെ, ചോദ്യം ഇതാണ്. നമ്മളുടെ 2011 സെൻസസ് അനുസരിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നമ്മുടെ റൂറൽ ഏരിയയിൽ, ഓക്കെ, ഏറ്റവും കൂടുതൽ റൂറൽ ആൾക്കാർ താമസിക്കുന്നത്, റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ഏതെന്നാണ് ചോദ്യം. ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ. നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ? യു പി ആണ് അതിന്റെ ആൻസർ. ഏറ്റവും കൂടുതൽ വില്ലേജസും ഗ്രാമങ്ങളും ഒക്കെ ഉള്ളത് യു പി ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് കോൺഫറൻസ് വാസ് ദ വേൾഡ് ബാങ്ക് ആൻഡ് സബ്സിഡിയറി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഏത് കോൺഫറൻസിലാണ് വേൾഡ് ബാങ്കും അതിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള IMF-ഉം ഫോം ചെയ്യപ്പെട്ടത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻസ്: ബ്രെട്ടൺ വുഡ് കോൺഫറൻസ്, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് എംപ്ലോയ്മെന്റ്, ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫിനാൻസിംഗ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് അറ്റ്ലാന്റിക് കോൺഫറൻസ്. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ദ ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് ഇൻ ജൂലൈ 1944 എസ്റ്റാബ്ലിഷ്ഡ് ദ വേൾഡ് ബാങ്ക് ആൻഡ് ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. ഓക്കെ, 1944 നടന്ന ബ്രെട്ടൺ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ്, 1944 ജൂലൈയിൽ നടന്ന ബ്രെട്ടൺ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? വേൾഡ് ബാങ്കും അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള IMF-ഉം ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദ കോൺഫറൻസ് ടുക്ക് പ്ലേസ് ഇൻ ബ്രെട്ടൺ വുഡ്, ന്യൂ ഹാംഷെയർ. ഓക്കെ, ന്യൂ ഹാംഷെയറിലെ ബ്രെട്ടൺ വുഡിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. കൂടാതെ ദ ബ്രെട്ടൺ വുഡ് എഗ്രിമെന്റ് ഓൾസോ ലെഡ് ടു ദ സൈനിങ് ഓഫ് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് ആൻഡ് ട്രേഡ് ഇൻ ജനീവ ഇൻ ഒക്ടോബർ 1947. അതുപോലെ ഗാട്ട് എന്ന് പറയുന്നൊരു കരാറിന്റെ ഫോർമേഷനും എന്ത് കാരണമായി? ഈ ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് കാരണമായി. ഓക്കെ, അത് 1947 ജനീവയിലാണ് നടന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BHEL, ദ ഫേമസ് പബ്ലിക് സെക്ടർ? ഓക്കെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BHEL, ദ ഫേമസ് പബ്ലിക് സെക്ടർ യൂണിറ്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു സ്ഥാപനമാണ് അല്ലെ, ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ് BHEL എന്ന് പറയുന്നത്. BHEL എന്താണ്? BHELന്റെ ഫുൾ ഫോം എന്നാണ് ചോദ്യം. ബഗൽപൂർ ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ഭാരത് ഹെവി ഇക്വിപ്മെന്റ് ലിമിറ്റഡ്, ഭാരത്പൂർ ഹെവി എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആൻഡ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. നമ്മുടെ ആൻസർ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ് BHEL എന്ന് പറയുന്നത്. ഇതൊരു മഹാരത്ന കമ്പനിയാണ്. അതായത് അതിന്റെ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ മിനിരത്ന, മഹാരത്ന എന്നൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മഹാരത്ന കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്പനിയാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന BHEL എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വെൻ വാസ് പ്രധാനമന്ത്രി സൻസദ് സ്റ്റാർട്ടഡ്? സോറി, പ്രധാനമന്ത്രി സൻസദ് ആദർശ് യോജന സ്റ്റാർട്ടഡ്?
എന്നാണ് പ്രധാനമന്ത്രി സൻസദ് ആദർശ് യോജന എന്ന് പറയുന്ന ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആദ്യം നമുക്ക് സാഗി നമ്മൾ പറയാം, സിമ്പിൾ ആയിട്ട് ഇതിനെ സൻസദ് ആദർശ് ഗ്രാമ യോജന എന്ന് നമ്മൾ പറയാം. ഓക്കെ, എന്താണ് സൻസദ് ആദർശ് ഗ്രാമ യോജന എന്ന് നമുക്ക് നോക്കാം. സൻസദ് ആദർശ് ഗ്രാമ യോജന വാസ് ലോഞ്ച്ഡ് ഓൺ 11th October 2014. അത് നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു പദ്ധതി വരുന്നത്. ഒക്ടോബർ 11 വരുന്നത്. വിത്ത് ദ എയിം ടു ട്രാൻസ്ലേറ്റ് ദ കോംപ്രഹെൻസീവ് വിഷൻ ഓഫ് മഹാത്മാഗാന്ധി അബൌട്ട് an ഐഡിയൽ ഇന്ത്യൻ വില്ലേജ് ഇൻ ടു റിയാലിറ്റി, കീപ്പിംഗ് ഇൻ ദ വ്യൂ ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ്. അത്രേ ഉള്ളൂ. നമ്മുടെ ഗാന്ധിജിയുടെ ഒരു വിഷൻ ആയിരുന്നു ഒരു ഗ്രാമങ്ങളെ എപ്പോഴും മാതൃകാ ഗ്രാമങ്ങളായിട്ട് മാറ്റുക എന്നുള്ളത്. അതായത് ഗ്രാമവികസനം, ഗ്രാമീണ വികസനം, ഗ്രാമീണ ജനങ്ങളുടെ വികസനം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമ യോജന എന്ന് പറയുന്നത്. ഇത് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. വന്നത് 11 October 2014 ഇനി എന്താണ് സാഗി നോക്കാം. അണ്ടർ സാഗി, അണ്ടർ സൻസദ് ആദർശ് ഗ്രാമ യോജന, ഈച്ച് മെമ്പർ ഓഫ് ദ പാർലമെന്റ് അഡോപ്റ്റ്സ് എ ഗ്രാം പഞ്ചായത്ത് ആൻഡ് ഗൈഡ്സ് ഇറ്റ്സ് ഹോളിസ്റ്റിക് പ്രോഗ്രസ്, ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് അറ്റ് പാർ വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഇത്രേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ MP-മാർക്ക് ഓരോ ഗ്രാമങ്ങളെ ദത്തെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കും. ഓക്കെ, ഓരോ MP-മാർക്ക് ഓരോ ഗ്രാമങ്ങളെ ദത്തെടുക്കുന്നു. അപ്പൊ സുരേഷ് ഗോപി, നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദത്തെടുത്തിട്ടുണ്ട്, സച്ചിൻ അൻകർ ദത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് ദത്തെടുത്തിട്ട് ഈ ഗ്രാമങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു, ഒരു മോഡൽ വില്ലേജ് ആക്കി മാറ്റുക എന്നുള്ള രീതിയിൽ ഓരോ പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവരിക. കൂടാതെ അറ്റ് പാർ വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, സൊസൈറ്റൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, സാമൂഹ്യപരമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഓരോ MP-മാർക്കും ഓരോ ഗ്രാമങ്ങളെ ദത്തെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അതാണ് സൻസദ് ആദർശ് ഗ്രാമ യോജന എന്ന് പറയുന്നത്. ആദർശ് ഗ്രാംസ് ആർ ടു ബിക്കം ദ സ്കൂൾസ് ഓഫ് ലോക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഗവേണൻസ്, ഇൻസ്പയറിംഗ് അതർ ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഗ്രാമങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് ആദർശ ഗ്രാംസ് എന്ന് പറയുന്നത്. ആദർശ ഗ്രാമങ്ങൾ എന്നാ പറയുന്നത്. ഇത് മറ്റു എന്താ പറയുക, എല്ലാ തരത്തിലും വളരെയധികം മികച്ച രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന തരത്തില് ഓരോ ഗ്രാമങ്ങളെ മാറ്റിയെടുക്കുക. അങ്ങനെയുള്ള ഗ്രാമങ്ങൾക്ക് പറയുന്ന പേരാണ് ആദർശ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതാണ് സൻസദ് ആദർശ ഗ്രാമ യോജന എന്ന് പറയുന്ന പദ്ധതി. നിലവിൽ വരുന്നത് 11th October 2014. ഗ്രാമങ്ങളെ ദത്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് UNDP? എന്താണ് UNDPയുടെ ഫുൾ ഫോം? യുണൈറ്റഡ് നേഷൻസ് ഡിജിറ്റൽ പ്രൊജക്ട്, യുണൈറ്റഡ് നേഷൻസ് പ്രോഗ്രാം ഡിജിറ്റൽ, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രൊജക്ട്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, ആൻസർ ഇതാണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇതിനകത്ത് നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ. A good indicator of economic growth is sustained increase in what? ഓക്കെ, അതായത് നമ്മളുടെ എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു സസ്റ്റെയിൻഡ് ആയിട്ട് എന്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നത് ചോദിക്കുന്നത്. GDP, GST, STC, വാട്ട്. ഓക്കെ, ഇത് GDP ആണ്. ഓക്കെ, GDP നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു GDPയിലെ വളർച്ച വെച്ചിട്ടാണ്, GDP ഗ്രോത്ത് റേറ്റ്, GDP എത്രത്തോളം വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് നോക്കുന്നത്, നമ്മള് രാജ്യത്തിന്റെ എക്കണോമിക് പെർഫോമൻസ് നോക്കുന്നത്. ഇപ്പൊ GDP കൂടുന്നതനുസരിച്ച് GDPയിൽ 5% വർധനമുണ്ടായി, 7% വർധനമുണ്ടായി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ അവിടെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ ഡിക്രീസ് ഇൻ ദ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി കോൾഡ്? ഓക്കെ, എന്താണ്, ഓക്കെ, അതായത് നമ്മളുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് കറൻസി, ഇപ്പൊ ഇന്ത്യൻ റുപ്പി, ഈ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ, അതിന്റെ എക്സ്റ്റേണൽ വാല്യൂവിനെ നമ്മൾ കുറയ്ക്കുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് നമ്മൾ ചോദ്യം. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് ഇന്ന് ഡോളറിന്റെ വില 80 രൂപയാന്ന് വിചാരിച്ചു, ഡോളർ എഗനസ്റ്റ്. ഓക്കെ, $1 ഈക്വൽ ടു 80 റുപ്പിയാന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ വാല്യൂ കുറയുന്നു, 80 എന്നുള്ളത് മാറിയിട്ട് 85 മാറുന്നു വിചാരിക്കും. അങ്ങനെ ഡിക്രീസ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഇപ്പൊ $1 നമ്മൾ ഈക്വൽ ടു 85 റുപ്പി ആയെന്ന് വിചാരിച്ചു.
ഓക്കെ. ഈ അത് ഡോളറിന്റെ എഗനസ്റ്റ് ആയിട്ട് നമ്മുടെ റുപ്പിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇതിന് പറയുന്ന പേരെന്താണ്? റിഡക്ഷൻ ഇൻഫ്ലേഷൻ, ഡിവാലുവേഷൻ ഓഫ് കറൻസി, increase in purchasing power, economic development. Okay, that is known as devaluation of currency. കറൻസി ഡീവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. കറൻസി ഡീവാലുവേഷൻ, ഡീവാല്യൂ ചെയ്യുക, വാല്യൂ കുറയുക. ഓക്കെ, ഡിക്രീസ് ഇൻ ദ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഈസ് കോൾഡ് ഡീവാലുവേഷൻ ഓഫ് കറൻസി. അതായത് നമ്മളുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ എക്സ്റ്റേണൽ വാല്യൂ, അതായത് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് ഉണ്ടാകുന്ന കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. Devaluation means a government intentionally lowers the value of currency related to foreign currencies, essentially making it cheaper to buy goods from abroad. ഓക്കെ, അപ്പം എന്ത് ചെയ്യാൻ പറ്റും? വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ സാധനങ്ങൾ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ ഇത് ഉപകാരപ്പെടും. ഓക്കെ, അതായത് നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് വാല്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ റുപ്പി ഡീവാല്യൂ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കൂടുതൽ ആൾക്കാർ നമുക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആണ്. ഓക്കെ, അത് ഇന്റൻഷനലി ചെയ്യുന്നതാണ് ഡീവാലുവേഷൻ. അതായത് ഒരു കറൻസിയുടെ വാല്യൂ ഇന്റൻഷനലി കുറയ്ക്കുന്നതിന് പറയുന്ന പേരാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഡീവാലുവേഷൻ വരുന്നതനുസരിച്ച് നമുക്ക് വിദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് വളരെ ഈസി ആയിരിക്കും എന്ന് മനസ്സിലാക്കും. അടുത്ത ചോദ്യം ഇതാണ്: വെൻ വാസ് ദ ഫസ്റ്റ് സെൻസസ് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ? എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് കണ്ടക്ട് ചെയ്തത്? ഓക്കെ, വെൻ വാസ് ദ ഫസ്റ്റ് സെൻസസ് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് കണ്ടക്ട് ചെയ്തത് എന്നാണ് ചോദ്യം. അത് 1951 ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. According to the 2011 census of India, had the highest sex ratio. According to 2011 census of India, had the highest sex ratio of 1084 females for 1000 males. Okay. അതായത് 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അത് സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ രാജ്യത്ത് വന്ന 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ വന്നത് 1084 ഫീമെയില്, 1000 മെയില്. ഓക്കെ, ഇതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു ഹയസ്റ്റ് സെക്സ് റേഷ്യോ. അത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് നമ്മളുടെ ചോദ്യം. നമുക്ക് നോക്കാം, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എപ്പോഴും 2011 സെൻസസ് നമ്മൾ കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കേരള ഹാസ് ദ ഹയസ്റ്റ് സെക്സ് റേഷ്യോ അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് വിത്ത് 1084 ഗേൾസ് ഫോർ എവറി 1000 മെയിൽസ്. ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ രേഖപ്പെടുത്തിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. തമിഴ്നാട് റാങ്ക് സെക്കൻഡ് വിത്ത് 996 ഗേൾസ് ഫോർ 1000 മെയിൽസ്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ഏതാണ്? തമിഴ്നാടാണ്. With the sex ratio of 993, Andhra Pradesh ranked third and followed by Chhattisgarh 991 and Meghalaya 989. With 879 girls for every 1000 males, Haryana has the poorest sex ratio among the other states. ഏറ്റവും പോറസ്റ്റ് ആയിട്ടുള്ള സെക്സ് റേഷ്യോ വന്നിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഹരിയാനയാണ് ഏറ്റവും ലോവസ്റ്റ്. ഏറ്റവും ഹയസ്റ്റ് കേരള, സെക്കൻഡ് പൊസിഷൻ തമിഴ്നാട് ആൻഡ് തേർഡ് പൊസിഷൻ ആന്ധ്രാപ്രദേശ്. The greatest sex ratio among union territories is 1037 in Puducherry, while the lowest sex ratio is 618 in Daman and Diu. ഓക്കെ, നമ്മൾ യൂണിയൻ ടെറിട്ടറി പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ വന്നിരിക്കുന്നത് പുതുച്ചേരിയിലാണ്. അത് 1037 ഫീമെയിൽ പെർ 1000 മെയിൽസ് ആണ്. ബട്ട് ഏറ്റവും കുറച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് 618 ആണ്. അത് ദാമൻ ദിയിൽ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ഒരു 25 പ്രീവിയസ് ചോദ്യങ്ങളോട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് അധികം ക്വസ്റ്റ്യൻസുമായിട്ട് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടണം. ഓക്കെ, ചോദ്യങ്ങൾ പരിചയപ്പെട്ട് വേണം നമ്മൾ പരീക്ഷയെ നേരിടാൻ. ഓക്കെ, അപ്പൊ നമ്മൾ എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇനിയും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.